മുല്ലപ്പെരിയാർ ഡാം കാണിക്കാത്ത എന്താ? കണ്ട ജനങ്ങൾ പാനിക്കാവൂലേ? വളവ് വിസിബിൾ ആണ്. അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിന് തെറ്റ് പറ്റുന്നതുമല്ല. അവിടെ ഉണ്ട്, വളവുണ്ട്, വളഞ്ഞു ഒടിഞ്ഞു. അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി, അതിന്റെ അടിയിൽ സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിലൊരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞിരിക്കണമെന്ന്. അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ്. ഫോട്ടോ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ടൊന്നും വന്നതൊന്നുമല്ല. കാരണം ഇത് ചെറിയ സ്ട്രക്ചറാണ്. അത് ഒരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ചില ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഭിത്തി, ആ ഭിത്തിയുടെ ഇപ്പുറത്ത് വെള്ളം, ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിയിൽ എന്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന? ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഡാമിന്റെ മുകൾ ഭാഗത്ത് ത്രൂ ഔട്ട് 1.5 മീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. ഏറ്റു വന്നപ്പോൾ ഈ സുർക്കിയെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി. വലിയ പതോൾസ് സൈസസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര പൊത്തുകൾ ഫോം ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത് ലോവർ പെരിയാറും ഭൂതത്താൻ കെട്ടും തകർത്ത് ഒരു 120 TMCയോളം വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകി അങ്ങ് പോകും. ഒരു ഡാമിന്റെ മുൻവശം, അതായത് ജലം കിടക്കുന്ന വശമല്ല, മറുവശം ഡ്രൈ ആയിരിക്കണം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ മുൻവശത്ത് ഒരു ആന പോയി നിന്നാൽ ആന ആ ചതുപ്പിൽ താഴ്ന്നു പോകും. ഡാമിൽ നിന്ന് സുർക്കി മുഴുവനും ഒലിച്ചു പോയി അവിടെ വലിയൊരു ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പാടില്ല ഒരു ഡാമിന്റെ മുമ്പിലും. അത് തന്നെ ഡാം വീക്കാന്നുള്ളതിന്റെ തെളിവല്ലേ? ആ സുർക്കി എന്ന് പറയുന്ന കോൺക്രീറ്റിന് ഇന്നത്തെ M30 കോൺക്രീറ്റിനേക്കാൾ 6 മടങ്ങ് ശക്തി കുറവാണ്. അതാണ് സുർക്കി. രണ്ട് സുർക്കിക്കൊന്നും വലിയ ബലമൊന്നുമില്ല. പിന്നെ ഇത്രയും നാൾ നിന്നത് ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി കണ്ടെത്തിയത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 9 ഡാമുകളിൽ ഒന്നാണെന്നാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കണ്ണൂരുകാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല. കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ്. എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി എന്ന് കടൽ ചിന്തിക്കുക. അങ്ങോട്ട് പോയത് 10 മടങ്ങ് ശക്തിയോടെ സുനാമിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. സമീപകാല ഈവൻസ് എല്ലാം നമുക്ക് മുന്നറിയിപ്പാണ്. കേരളം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒഴുകി പോകുന്ന സ്ഥലം ഇതാവും. അങ്ങോട്ട് തട്ടുന്ന അവൻ്റെ തല അവിടെ പോയി ഇടിക്കുന്നു, ഇങ്ങോട്ട് തട്ടുന്ന അവൻ്റെ ശരീരം പോയി ഇടിക്കുന്നു. അപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ കമ്പി നിൽക്കുന്നു, അവൻ്റെ വയറ് കുത്തി കീറുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 പ്രളയം എന്ന് പറയുന്നത് പ്രളയം അല്ല. അത് ഡാംസിലെല്ലാം വെള്ളം നിറച്ച് നിർത്തിയിട്ട് പാതിരാക്കി എല്ലാം കൂടി ഒരുമിച്ച് തുറന്നു വിട്ടതാ. നാരായണത്ത് പ്രാന്തൻ ഈ കല്ലുരുട്ട് കയറ്റിയിട്ട് വിടണ പോലെ വെള്ളം നിറച്ച് വെച്ചിട്ട് രക്ഷയില്ലാണ്ട് വന്നപ്പോൾ എല്ലാം കൂടി അങ്ങ് തുറന്നു വിട്ട് മനുഷ്യനെ കൊന്ന സംഭവമാണ്. അല്ലാണ്ട് പ്രളയം അല്ല അത്. നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയത്തെ ജനമനസ്സുകളിലേക്ക് എത്തിച്ച് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കേരളക്കരയെ ഒന്നടങ്കം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് റസൽ ജോയ്. നമസ്കാരം സർ. നമസ്കാരം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ആ ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടായി, അതായത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ഭീഷണി നേരിടുന്നതുമായ ഡാമുകളുടെ പട്ടികയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ട് എന്നുള്ളത്. സാർ എത്രത്തോളം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇത് അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിനു മുമ്പും പരിശോധിച്ചിട്ടുണ്ട്. അവർ കണ്ടെത്തിയത്, ഇപ്പോൾ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി കണ്ടെത്തിയത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 9 ഡാമുകളിൽ ഒന്നാണെന്നാണ്. അതുപോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ അക്കാഡമിക് വിങ് അവർ ഈ ഡാം എക്സാമിൻ ചെയ്തിട്ടുണ്ട്. അവരും പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 100 ഡാമുകളിൽ ഒന്നാണെന്നാണ്. ഇതൊരു പുതിയ കാഴ്ചപ്പാടൊന്നും അല്ല ഇത്. പക്ഷെ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞപ്പോൾ കുറച്ച് ആധികാരികത വന്നു, അത്രേ ഉള്ളൂ. ആൾക്കാരിലേക്കും കുറച്ചുകൂടെ സായിപ്പ് പറയണമല്ലോ, അതാണ്. ലിബിയയിലുണ്ടായ ആ ഒരു ഡാം തകർച്ച എനിക്ക് തോന്നുന്നു ഒരു 50-ൽ പരം വർഷങ്ങളായിട്ടുള്ളൂ. ആ ഒരു ഡാമിന്റെ 50-ൽ പരം വർഷങ്ങളായിട്ടുമാണ് ആ ഡാം തകർന്നു വീണതും. ഇത് നമ്മുടെ കേരളക്കരയ്ക്ക് കുറച്ചുകൂടെ നെട്ടലോടെയാണ് കാണുന്നത്. കാരണം നമ്മളുടെ ഇവിടെ 50 വർഷം കാലാവധി ഉള്ളൂ എന്ന് പറയുന്ന മുല്ലപ്പെരിയാറാണ് ഇപ്പോൾ 128 വർഷങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണോ?
തീർച്ചയായിട്ടും സമീപകാല ഈവൻസ് എല്ലാം നമുക്ക് മുന്നറിയിപ്പാണ്. ഇപ്പോൾ ലിബിയ ആയാലും പിന്നെ ഈ അടുത്ത് സിക്കിമിലുണ്ടായ ഒരു ഭൂകമ്പം ഉണ്ടല്ലോ, ഡൽഹിയിലുണ്ടായ ഭൂകമ്പവും പ്രളയവും, അല്ല ഐ മീൻ സിക്കിമിൽ ഭൂകമ്പവും പ്രളയവും ഉണ്ടായി, ഡൽഹിയിൽ ഭൂകമ്പം ഉണ്ടായി. നമ്മുടെ ചുറ്റുപാടൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ 2011 തുടങ്ങിയ ഭൂകമ്പങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വന്ന് ഇപ്പോൾ 3.4 ഫിനിഷ് ചെയ്തിരിക്കുക. 4+ വന്നു കഴിഞ്ഞാൽ ഡാമൊക്കെ നമ്മുടെ തലയിലേക്ക് വീഴും. അതാണ് അവസ്ഥ. അത്ര ഡേഞ്ചറസ് അവസ്ഥയാണ് കേരളത്തിലേത്. കേരളം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ ലിബിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യമാണ്. ലിബിയയിൽ ഡെർണയെ തൂത്തുവാരിക്കൊണ്ടാണ് ഈ വെള്ളം കടലിലേക്ക് പോയത്. പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായ രീതിയിൽ ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിൻ്റെ 15ൽ 2 വെള്ളമുള്ളൂ അത് രണ്ട് ഡാമുകളിലും കൂടി. എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വന്നത് 7 നില ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ ആലോചിക്കണം. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത്, ലോവർ പെരിയാറും ഭൂതത്താൻ കെട്ടും തകർത്ത്, ഒരു 120 TMCയോളം വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകി അങ്ങ് പോവും. അത് ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല വരുന്നത്. ഇപ്പോൾ ഡാം തകർന്നാൽ ഡാമിൻ്റെ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളെയൊക്കെ വഹിച്ചുകൊണ്ടാണ് തന്നെ. അപ്പം ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ല. ഇപ്പോൾ ഒരു ബക്കറ്റിൽ ചെളി കലക്കി വെച്ചിരിക്കുന്നു വിചാരിക്കുക, എന്നിട്ട് വെള്ളം വേറെ ബക്കറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നു വിചാരിക്കുക. വെള്ളം എടുത്തിട്ട് ഫസീനയുടെ മുഖത്തൊഴിച്ച ഫസീനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഈ ചെളി എടുത്തൊഴിച്ചാലോ, അതാണ് സംഭവം. അപ്പം ഇത് ജലം മാലിന്യം കലരുമ്പോൾ, അല്ലെങ്കിൽ ജലത്തിൽ എന്തെങ്കിലും കലരുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കും. അപ്പോൾ അത്രയും ശക്തിയോടെ ഇങ്ങനെ ഇടുക്കി ഡാമിൽ വരുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അത് ഇടുക്കി ഡാമിനെ തകർക്കും. ഇടുക്കി ഡാം തന്നെ ഇപ്പോൾ ആർച്ച് ഡാം തന്നെ 2 സെൻറ്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു. പിന്നെ ചെറുതോണിയും കുളമാവും കൂടി ചേരുമ്പോഴാണ് 3 കൂടിയാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അതിൽ ചെറുതോണി ഒരു വീക്ക് ഡാമാണ്, അതുപോലെ തന്നെ കുളമാവ് ഡാം ഒരു വീക്ക് ഡാമാണ്. ആ കുളമാവ് ഡാമിൻ്റെ ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ 40 അടിക്ക് ഒരു മൺതിട്ടയാണ്. അവിടെ ചോർച്ച വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ കല്ല് കൊണ്ടുവന്ന ചതുപ്പിലിട്ട് ഓട്ട അടച്ച് നിർത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ എൻജിനീയറിങ്. അപ്പോൾ ഈ എൻജിനീയറിങ് വിസ്മയമൊക്കെ തകർന്ന് ഇങ്ങോട്ട് പോരാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ലോവർ പെരിയാറും ഭൂതത്താൻകെട്ടും തകർന്നു വരുമ്പോൾ വെള്ളമല്ല വരുന്നത്, ചെളിയും മണ്ണും പാറകളും മലകളെയും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ആ ഫോഴ്സൊന്നും ഒന്നും താങ്ങൂല. ഇവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഭയങ്കര ഗുരുതരമാണ്. കൊച്ചി വരുമ്പോൾ ഇവിടെ ഇതില്ലേ, മറ്റേ BPCL-ഇല്ലേ, അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിലുണ്ട്. ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും. ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ ഇത് കടലിൽ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയിൽ. താഴേക്ക് പോവില്ല, മുകളിൽ നിൽക്കും. അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോവും. ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് കത്താൻ. ഇവിടെ നിന്ന് അവിടം വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി. കടൽ ജീവികൾ സമ്പൂർണ്ണമായി നശിക്കും. മനുഷ്യൻ പോയി, മനസ്സിലായി. ഇത് തകർന്ന മനുഷ്യൻ പോയി. അതായത് ഇപ്പം അങ്ങോട്ട് പോകുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ലിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് 7 നില പൊക്കത്തിലാന്ന് പറഞ്ഞില്ലേ, 7 നിലയുടെ മേലെ കൂടി. ഇത് വന്നാലുള്ള സ്ഥിതി എന്താ? എറണാകുളത്തെ അമ്പര ചുംബികളെല്ലാം അതിനു മുമ്പേ പോകും. തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോവില്ലേ? അതാ നമ്മൾ മംഗലാപുരം പോവില്ലേ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോവില്ലേ, മുംബൈ പോവില്ലേ, ഗോവ പോവില്ലേ? കടൽ കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ്, എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി എന്ന് കടൽ ചിന്തിക്കുക. തിരിച്ചു വരുന്നത് വലിയൊരു ഫോഴ്സിന് വരും.
അത് നോസ്ട്രഡാമസ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിപ്പോൾ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കണ്ണൂരുകാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല. അങ്ങോട്ട് പോയത് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. ഇവർക്കൊന്നും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അറിയില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ്. ഒരു കടലാണ് ഇങ്ങനെ പൊട്ടി ഒഴുകി വരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ എന്ന് പറഞ്ഞാൽ 64 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ഇടുക്കിയുടേത് 65 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേ വെള്ളം കിടക്കാണ്. അത് കടലാണ്. ആ കടലാണ് ഇങ്ങോട്ട് താഴേക്ക് വരുന്നത്. അത് വേറൊരു കടലിലേക്ക് വന്ന് വീഴുമ്പോൾ ഈ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് അവിടെയുണ്ട്. ഈ വെള്ളം ഭൂമിയുടെ മറുവശത്തേക്ക് മാറിക്കൊടുക്കും. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ, അതാണ് വലിയ സുനാമി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ സുനാമി ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് ഒരു വാക്വം വരും. ആ വാക്വം ഫില്ല് ചെയ്യാനായിട്ട് ജലം വരും. അതൊരു സുനാമി ആയിട്ട് കരയിലേക്ക് വരും. ഇതാണ് സംഭവം. അപ്പോൾ ഈ വാക്വം പ്രകൃതിയിലും നടക്കും. ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒഴുകി പോകുന്ന സ്ഥലം ഇതാവും, വാക്കമാവും. അവിടേക്ക് എയർ വന്നു വരും. അത് വേറൊരു വിഷയമാണ്. വലിയ ശക്തിയോടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വായു വരും. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞാൻ ഡെർണയിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ വെള്ളം മനുഷ്യനെ എടുത്ത് തട്ടുന്നു. അങ്ങോട്ട് തട്ടുന്നു, അവൻ്റെ തല അവിടെ പോയി ഇടിക്കുന്നു. ഇങ്ങോട്ട് തട്ടുന്നു, അവൻ്റെ ശരീരം പോയി ഇടിക്കുന്നു. അപ്പോൾ ഇത് കോൺക്രീറ്റിൻ്റെ കമ്പി നിൽക്കുന്നു, അവൻ്റെ വയറ് കുത്തി കീറുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സമയത്തിൻ്റെ പരിപൂർണതയിൽ അതവിടെ നിലയ്ക്കും. സാർ, അതുപോലെ തന്നെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ വന്ന ഒരു ചിത്രമുണ്ട്. സാർ നേരത്തെ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാം കുറച്ചൊന്ന് വളഞ്ഞിരിക്കുകയാണ്. അത് ഗൂഗിൾ മാപ്പിന്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ആൻഡ് ഈ വർഷം നോക്കുമ്പോൾ അത് ചെറിയൊരു വളവുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് വളഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം ഈ ഡാം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വളഞ്ഞിരിക്കും, ഇല്ലേ? അത് ഇവരുടെ റിപ്പയറിങ് വർക്ക് കൊണ്ട് ഉണ്ടായതാണ്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ജഡ്ജ് ഉണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല, ഒരു ജഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. റിപ്പയർ ചെയ്ത് നന്നാക്കിയെന്നാണ് പറയണേ. നമ്മളെ നേരെ നിർത്തി ജഡ്ജിമാരും വലിയ വലിയ ആളുകളൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. കാരണം അവർക്ക് വിവരമുണ്ടെന്നാണ് നമ്മുടെ ഒരു അബദ്ധധാരണ. അവർക്ക് വിവരമുണ്ട്, പക്ഷെ അവർക്ക് ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടാകാം, സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് അവരുടെ വിവരത്തെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ഹിതമായത് എന്താണോ അതാണ് അവർ പറയുന്നത്. ഡാം റിപ്പയർ ചെയ്യാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭിത്തി, ആ ഭിത്തിയുടെ ഇപ്പുറത്ത് വെള്ളം, ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിയിൽ എന്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന? ഇവർ പറയുന്ന റിപ്പയറിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഇവർ ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ബേസ് വരെ, അടിത്തറ വരെ തുരന്നിട്ട് അതിൽ കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് കേബിൾ ആങ്കറിങ് എന്ന് പറയുന്നത്. അതൊരു 10 മീറ്റർ അകലത്തിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സ്ഥലത്ത് കേബിൾ ആങ്കറിങ് ചെയ്തതിൻ്റെ സ്ഥലത്ത് ഇടയ്ക്കുള്ള സ്ഥലം അത് പഴയത് തന്നെ, ഒരു വ്യത്യാസമില്ല. അതിൻ്റെ ഉള്ളു പൊള്ളയാണെങ്കിൽ ഉള്ളു പൊള്ളയായിട്ട് തന്നെ. പിന്നെ ഈ ഡാമിൻ്റെ ബേസ് വരെയും തുളച്ചു എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും തുളച്ചാൽ അപ്പം തന്നെ ഡാം വീഴും. ഈ കേബിൾ ആങ്കറിങ് ചെയ്ത കോൺട്രാക്ടറെ വിളിച്ചിട്ടേ ഒന്ന് മര്യാദ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ ആൾ പറയും നടക്കൂല. അത് കുറേയൊക്കെ തുറന്നു കാണും, കുറേയൊക്കെ തുറന്നിട്ട് കുറേയൊക്കെ ഫില്ല് ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊളിയിട്ട് കാണും. അത് ഒരു വസ്തുത. പിന്നെ ഇവർ ചെയ്തതാണ് കോൺക്രീറ്റ് ക്യാപ്പിംഗ്. കോൺക്രീറ്റ് ക്യാപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, ഭാരം കൂടുമ്പോൾ മറിയാനുള്ള സാധ്യത കുറയും. അത് ശരിയാണ്. ഭാരമുള്ള ഒരു വസ്തു പെട്ടെന്ന് മറിയില്ല. ഒരു കടലാസ് വെച്ചാൽ പറന്നു പോകും, ഒരു കല്ല് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. കാരണം കല്ലിന് ഭാരമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് ത്രൂ ഔട്ട് 1.5 മീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. അപ്പോൾ എന്തു പറ്റി? വലിയ വെയിറ്റ് വന്നു. വെയിറ്റ് വന്നപ്പോൾ ഈ സുർക്കിയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി. വലിയ പതോൾസ്, ക്രിവൈസസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കൊത്തുകൾ ഫോം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മുകളിൽ ഭാരം വന്നപ്പോൾ ഡാം താഴേക്കിരുന്ന് വളഞ്ഞ് ഒടിഞ്ഞു. ഇപ്പോൾ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം, അല്ലാണ്ട് നേരെ നിൽക്കണ ഒരു ഡാം അല്ല. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ സിമൻറ്റ് പോയാൽ നമ്മൾ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കണ പോലെ പ്ലാസ്റ്ററിങ്, എവിടെയെങ്കിലുമൊക്കെ കല്ല് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോൾസ് പുറത്ത് കാണാം, അവിടെയൊക്കെ സിമൻറ്റ് തേച്ച് ആരും കാണാതെ അടയ്ക്കും. ഇതാണോ റിപ്പയറിങ്? ഇതാണോ ഒരു ഡാമിൻ്റെ റിപ്പയറിങ്? പിന്നെ ഈ സംഭവം ഈ ബോധമില്ലാത്ത ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്തറിയോ, വിദേശ രാജ്യങ്ങളിൽ ഡാം റിപ്പയർ ചെയ്യാറില്ല. ഇപ്പോൾ റിപ്പയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഒന്നും റിപ്പയർ ചെയ്യാറില്ല. എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, സകലതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നു, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ദ വെരി ഡേ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റും. ഒരു ടാങ്ക് വാങ്ങിച്ചു, ടാങ്കിന് എന്ത് പറ്റാനാണ്? പെയിൻറ്റ് പോലും പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റിൻ്റെ വെരി ഡേ ഇന്ത്യൻ ആർമിയിൽ നിന്ന് അത് എടുത്ത് മാറ്റും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനവും വികസിത രാജ്യങ്ങൾ സൂക്ഷിക്കാറില്ല. പാലമായാലും ഡാമായാലും എന്ത് സിമന്റ് സ്ട്രക്ചർ ആയാലും മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട്, പല ഇന്നർ ഓർഗൻസ് ഉണ്ടല്ലോ, ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സൂക്ഷിക്കാറില്ല, മാറ്റി അടുത്തത് വയ്ക്കും. അപ്പോൾ ഡാമിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഡേ സയൻസ് അനുസരിച്ച് 40 വർഷമാണ്. 40 വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും സിമെൻറ്റ് സ്ട്രക്ചേഴ്സും എടുത്തു മാറ്റും. അപ്പം മുല്ലപ്പെരിയാർ ഡാം ഈ വളഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഈ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്കാണ്. അതുകൊണ്ട് ഡാം ബലപ്പെട്ടിട്ടില്ല. ഡാം റിപ്പയർ ചെയ്യാതിരുന്നെങ്കിൽ കുറേയെങ്കിലും ബലം ഉണ്ടായാനെ. റിപ്പയർ ചെയ്തതുകൊണ്ട് ഉള്ള ബലവും കൂടി പോയി കുറേയും കൂടി വീക്കായി നമ്മുടെ ആയുസിൻ്റെ ബലം കൊണ്ട് ഇത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നില്ല. അത്രയേ ഉള്ളൂ. അത്രയും വിചാരിച്ചാൽ മതി. സാർ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റിന്റെ ഒരു 3D ഇമേജ് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഒരു വളവ് കാണാം. അതേസമയം കഴിഞ്ഞ വർഷം സംബന്ധിച്ച് നേരെയായിരുന്നു, ഇപ്രാവശ്യം ഇത് നോക്കുമ്പോൾ സാർ വളവ് കാണാം. അപ്പൊ അത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് ഫോട്ടോ പ്രോസസ്സിങ്ങിന്റെ എന്തെങ്കിലും ഭാഗമായിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ. ഫോട്ടോ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നും വന്നതൊന്നുമല്ല. കാരണം ഇത് ചെറിയ സ്ട്രക്ചറാണ്. അത് വളവ് വിസിബിളാണ്. അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും. വളവ് വിസിബിളാണ്. അത് ഒരു ചെറിയ സ്ട്രക്ചറാണ്. ഒരു ചെറിയ സ്ട്രക്ചർ വലുതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇതൊരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ചിത്രത്തിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല. ഗൂഗിളിന് തെറ്റ് പറ്റുന്നതുമല്ല. അവിടെ ഉണ്ട്, വളവുണ്ട്, വളഞ്ഞു ഒടിഞ്ഞു. അതവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിലൊരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ ഈ വളവ് യാഥാർത്ഥ്യമാണ്. ഇത് ഗൂഗിളിൽ നോക്കി ആർക്കും മനസ്സിലാവുന്നതാണ്. ചെറിയൊരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല. വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് നന്നായി വിസിബിളാണ്. ആളുകളിൽ മറ്റൊരു ആശങ്ക കൂടെ ഈ ഒരു ചിത്രം വഴി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2007 ആ ഒരു സമയത്ത് ജലനിരപ്പ് ഒരു 111 അടിയായിട്ട് താഴ്ന്നപ്പോൾ ഒരാൾ സാഹസികമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഓർക്കുന്നില്ല. അദ്ദേഹം എടുത്ത ആ ഒരു പിക്കിലൂടെ ആയിരുന്നു പിന്നീട് ആളുകൾക്ക് മനസ്സിലായത് അവിടെ ചോർച്ച ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിള്ളലുണ്ട് എന്നൊക്കെ. അതും ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു തരത്തില് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഡാം ഈസ് വീക്ക് എന്നുള്ളത്. അതെ. ഈ സുപ്രീം കോടതി എംബോർഡ് കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, ഇങ്ങനെയൊക്കെ ലോകത്തിൽ ഒരിടത്തുമില്ല. മനസ്സിലായോ? ഒരു ഡാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഡാം മാനുവലിൽ പറയുന്നുണ്ട്. അതേ ഉള്ളൂ എല്ലാ ഡാമിലും. അത് പ്രകാരം ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഗവൺമെൻറ് സൂപ്പർവൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിന് പകരം ഒരു എംബോർഡ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, സുപ്രീം കോടതിയെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട്. അതിൻ്റെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ 2 കമ്മിറ്റികളും പിരിച്ചു വിട്ടിട്ട് ഡാം മാനുവൽ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ വെച്ചാണ് ചെയ്യേണ്ടത്. കോടതി ചെയ്യേണ്ടത് അതാണ്. സുപ്രീം കോടതിയെ വളരെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേരളത്തിനും തമിഴ്നാടിനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവരാണോ തമിഴ്നാട് മാത്രമാണോ
ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസർ. നമ്മളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ്. നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസേഴ്സ് എന്ന് വെച്ചാൽ 14ഓളം സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. അതാണ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയും തിരുവിതാംകൂറുമായിട്ട് ഒരു കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിനെ ബേസ് ചെയ്തൊരു ലിറ്റിഗേഷൻ വരുമ്പോൾ ഇവരെല്ലാവരും ആ ലിറ്റിഗേഷനിൽ കക്ഷികളാവണം. അല്ലാണ്ട് കേരളവും തമിഴ്നാടും കൂടി പോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസേഴ്സ് മുഴുവനും വരണം, തിരുവിതാംകൂറിൻ്റെ സക്സസേഴ്സ് വരണം. ഇപ്പോൾ കരാറിൻ്റെ അവസ്ഥ വളരെ പരിഹാസ്യമായ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് കേരളം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് തമിഴ്നാട്, തിരുവിതാംകൂറിൻ്റെ സക്സസറാണ് കേരളം, തിരുവിതാംകൂറിൻ്റെ തന്നെ സക്സസറാണ് തമിഴ്നാടും. കാരണം നമ്മുടെ കന്യാകുമാരി ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? കരാറിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരാൾ, മനസ്സിലായ? കരാറിൽ ഏർപ്പെടുന്നവൻ ലെസ്സറും ലെസ്സിയും ഒരാൾ. എന്തോ കരാറായത്? കൊടുക്കുന്നവൻ ഞാൻ, വാങ്ങുന്നവനും ഞാനായ പിന്നെ എന്താ കരാറ്? അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പണ്ട് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന മിസ്റ്റർ ബോബ്ഡെ അവിടെ ഒരു രേഖ എടുത്ത് കാണിച്ചു. കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയാണ്. ഈ രേഖയിൽ പറയുന്നത് മുല്ലപ്പെരിയാർ റിവർ ഈസ് ആൻ ഇന്റർ സ്റ്റേറ്റ് റിവർ എന്നാണ്. എങ്ങനെ? അന്തർ സംസ്ഥാന നദി. എങ്ങനെ? കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദി എങ്ങനെ തമിഴ്നാട്ടുകാരൻ്റെ കൂടി സ്വന്തമായി ഇന്റർ സ്റ്റേറ്റ് ആവണത്? അത് കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന രേഖ വെച്ചിട്ട് അവർ പറയണേ. അന്ന് കേരളത്തിൻ്റെ വക്കീൽ കപിൽ സിബൽ ആയിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. കപിൽ സിബലിന് പറയാമായിരുന്നു, അത് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, ഇന്ത്യ ഗവൺമെൻറ് ഒരു സർവേ കമ്മീഷൻ വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഒരു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അത് വെക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ ഡിജിറ്റൽ സർവേ ആണ്, ഒരു സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു സർവേ നടത്തി ഈ നദി ആരുടെയാണെന്ന് പറയട്ടെ എന്നായിരുന്നു കേരളത്തിൻ്റെ വക്കീൽ പറയേണ്ടത്. മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരിക്കാനാണ്, പല സന്ദർഭങ്ങളിലും ഇങ്ങനെ മിണ്ടാതിരിക്കാനാണ്. വേറൊരു സന്ദർഭം സുപ്രീം കോടതി ചോദിച്ചു, ഒരു പഴയ ഡാമിന് പകരം പുതിയ ഡാം പണിതുകൂടെ? നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ? നിങ്ങൾ എന്താണ് സന്ദർഭത്തിൽ ഉയർത്താത്തത്? ഇത് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ജഡ്ജ് എൻ്റെ കേസിൽ ചോദിച്ചതാണ്. അപ്പോഴും ഈ വക്കീൽ മിണ്ടിയിട്ടില്ല. അപ്പോൾ മിണ്ടാതിരിക്കാനാണ് ഈ വക്കീലിന് 8 കോടി രൂപ നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കുന്നത്. കടൽ കത്തുന്നത് മാത്രമല്ല, ഇവിടെ എത്ര കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്? എത്ര കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്? അവിടത്തൊക്കെ വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ ഭോപ്പാൽ ട്രാജഡിനേക്കാളും വലിയ ട്രാജഡി ആയിരിക്കും. കെമിക്കൽ വാതകങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ദ്രവിച്ചു പോകുന്ന ഒത്തിരി വാതകങ്ങളുണ്ട്. അതൊക്കെ പുറത്തു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? കേരളത്തിൽ മാത്രം നിൽക്കുമോ ഈ വാതകം? ഇത് കേരളമാണ്, അവിടെ തമിഴ്നാടാണ്, ഇതാണ് കേരളത്തിൻ്റെ അതിർത്തി, എനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് വാതകം ചിന്തിക്കുമോ? തമിഴ്നാട്ടിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കർണാടകത്തിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കേരളത്തിൻ്റെ നദികളും കടലും കത്തില്ലേ? സകല കടൽ ജീവികളും മരിക്കില്ലേ? ഇത് ഗൾഫിൽ രാജ്യം വരെ ഈ ക്രൂഡ് ഓയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണപ്പാടത്തിന് തീ പിടിച്ചാലുള്ളൊരവസ്ഥ എന്തായിരിക്കും? ശ്രീലങ്ക ഉണ്ടാവില്ല, അത് നിശ്ചയം. ലക്ഷദ്വീപ് ഉണ്ടാവില്ല. അങ്ങോട്ട് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചാൽ അതിന് മാത്രം ക്രൂഡ് ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? നമ്മുടെ എയർപോർട്ടിൽ ഏവിയേഷൻ ഫ്യൂവലുണ്ട്. പിന്നെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്. ഒരു ടാങ്കർ കത്തി വാതകം പുറത്തേക്ക് വന്ന് കത്തിയില്ലേ? ഒരു ഏരിയ മുഴുവൻ കത്തിപ്പോയി. അങ്ങനെ എത്ര ടാങ്കർ ലോറീസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ LPG സിലിണ്ടറില്ലേ, അതൊക്കെ പൊട്ടിത്തെറിച്ചാലുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം വാതകങ്ങൾ, വിഷവാതകങ്ങൾ, കത്തുന്ന വാതകങ്ങൾ, ഹൈഡ്രജൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നാലുള്ള ഈ ലോകാവസാനം കേരളത്തിൽ നിന്ന് തുടങ്ങുമെന്നാണ് എനിക്ക് സംശയം. ലോകാവസാനം. പിന്നെ സദേൺ നേവൽ കമാൻഡ് ഉണ്ട്. കൊച്ചി സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഇന്ത്യ ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ വാർപ്ലെയിൻസ് പുറപ്പെടേണ്ടത് കൊച്ചിയിൽ നിന്നാണ്. അത്ര സ്ട്രാറ്റജിക് പോയിൻ്റാണ്. ഈ കൊച്ചിയിലേക്ക് വന്ന് ഈ ചെളി മൂടിക്കിടക്കുന്ന അവസ്ഥ. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ, ആയുധങ്ങൾ മുഴുവൻ സംഭരിച്ച് വെച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ഈ ചെളി വന്ന് മൂടിക്കിടക്കുന്ന അവസ്ഥ, ഈ കടൽ കത്തുന്ന അവസ്ഥ, ഈ വിഷവാതകങ്ങൾ ബഹിർഗമിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ചൈന ഒരു
വാർ ഡിക്ലെയർ ചെയ്താൽ ആലോചിച്ച് നോക്ക്. ചൈന ആ സമയം നോക്കി ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യ ഇപ്പോൾ ചന്ദ്രയാൻ 3, ആദിത്യ L1, പിന്നെ G20 സമ്മിറ്റ്, ഇങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ പതനം എന്തായിരിക്കും? ഇന്ത്യയുടെ നാണക്കേട് എന്തായിരിക്കും? സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നേവൽ കമാൻഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ബലമായ സംശയമുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളാണോ, ദേശവിരുദ്ധ ശക്തികളാണോ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്? ഈ സദേൺ നേവൽ കമാൻഡിന് ഇങ്ങനെ ഒരു നാശമുണ്ടാവണം, നേവൽ ആർമമെൻറ്റ് ഡിപ്പോയ്ക്ക് ഇങ്ങനെ ഒരു നാശമുണ്ടാകണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഈ പൊട്ടിത്തകരാറായ മുല്ലപ്പെരിയാറിനെ ഇപ്പോഴും 129ാമത്തെ വയസ്സിലും അവിടെ നിലനിർത്തിയിരിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണോ രാജ്യവിരുദ്ധ ശക്തികളാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. സർ, ഇത് നേരത്തെ കാണിച്ചു പോലത് ഒരു ഫോട്ടോ ആയിരുന്നു. അതല്ലേ ഗാലറി അല്ലേ? അതെ അതെ. ഇതും എന്ന് പറയുമ്പോൾ ഇതിലെ ആ ഒരു വിള്ളലൊക്കെ നമ്മൾ അത്രയും പേടിയോടെ കണ്ടിരുന്ന ഒരു ഇതായിരുന്നു. ആൻഡ് ഇപ്പോഴും ഇതിനേലും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കും സർ. ഇത് 2007 അടച്ചു വെച്ചിരിക്കുക. അത് എപ്പോഴാണ് തള്ളിപ്പോലെന്ന് പറയാൻ പറ്റൂല. ഈ പുറമേയുള്ള പരിപാടിയല്ല, അവിടെ ഒരു 5ന്റെ മോട്ടർ അടിക്കണ പോലെ വെള്ളം വന്നുകൊണ്ടിരുന്ന ഗാലറി കൂടെ. ഗാലറി മുഴുവനും ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് ചോർച്ച വന്നിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഗാലറിയുടെ ഉള്ളിൽ കൂടെ. അതൊക്കെ അവരെന്തൊക്കെ കാണിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് എപ്പോഴും അടയ്ക്കും. ഒരു ചെറിയ തുള വന്നാൽ അപ്പം തന്നെ അങ്ങനെ അടച്ചടച്ചടച്ച് കൊണ്ടു നടക്കുക. ഇങ്ങനെ തുളച്ചിട്ടേ ഈ സ്പ്രേ ചെയ്യും, കോൺക്രീറ്റ് സ്പ്രേ ചെയ്യും. കുറേ നാളത്തൊക്കെ കയറും. കുറച്ചാളത്തൊക്കെ സമാനം ഉണ്ടാവും. പിന്നെ വെള്ളം വരുമ്പോൾ പിന്നെ അതുപോലെ ചെയ്യും. കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളും നമുക്ക് ദൂരെ നിന്ന് പോയി നോക്കി കാണാനെങ്കിലും സാധിക്കും. അതേസമയം മുല്ലപ്പെരിയാർ ഡാം നോക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ മറച്ചു വെച്ചേക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് പോലും അവിടെ പോകാൻ ഒരു വിലക്ക് വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്, ഈ ഒരു നടപടി? അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നികുതി പണം വെച്ച് കൈകാര്യം ചെയ്യുന്ന ഈ ഡാമുകളൊക്കെ ഒരു ഡാമിലും ജനങ്ങളെ കയറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ കയറണം, ജനങ്ങളെ കാണിക്കണം. അവരുടെ പണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം സുരക്ഷ, ചെല്ലുന്ന ആളുകളുടെയും സുരക്ഷ നോക്കണം, ഡാമിൻ്റെയും സുരക്ഷ നോക്കണം. അതിനുള്ള ഒരു മെഷീനറി അവിടെ വേണം. അതിനുള്ള സെക്യൂരിറ്റി പേഴ്സണൽസും കാര്യങ്ങളും എക്യുപ്മെൻസും ക്യാമറ അതുള്ള സാധനങ്ങളൊക്കെ വേണം. പക്ഷെ ഒരു ഡാമിൽ ജനങ്ങളെ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഒരു ഗവൺമെൻറ് നിശ്ചയിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു സിറ്റിസൻ്റെ സ്വാതന്ത്ര്യമാണ് അത് കാണേണ്ടത്. മുല്ലപ്പെരിയാർ ഡാം കാണിക്കാത്ത എന്താ? കണ്ടാൽ ജനങ്ങൾ പാനിക്കാവൂലേ? അതായത് ഒരു ഡാമിൻ്റെ മുൻവശം, അതായത് ജലം കിടക്കുന്ന വശമല്ല, മറുവശം ഡ്രൈ ആയിരിക്കണം. ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ മുമ്പിൽ ഫുട്ബോൾ കളിക്കാം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ മുൻവശത്ത് ഒരു ആന പോയി നിന്നാൽ ആന ആ ചതുപ്പിൽ താഴ്ന്നു പോകും. കാരണം ഈ സുർക്കി വന്ന് ഈ ഡാമിൽ നിന്ന് സുർക്കി മുഴുവനും ഒലിച്ചു പോയി അവിടെ വലിയൊരു ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പാടില്ല ഒരു ഡാമിൻ്റെ മുമ്പിലും. അത് തന്നെ ഡാം വീക്കാന്നുള്ളതിൻ്റെ തെളിവല്ലേ? സാർ, ഇപ്പോൾ സുർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് സിമന്റ് പോലും അല്ലായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു 128 വർഷത്തോളം ആ ഒരു ഡാമിനെ പിടിച്ചു നിർത്തുന്നത് മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? PC ജോർജിൻ്റെ ഒരു ഡയലോഗാണ് ഇത്. സുർക്കി കൊണ്ട് ഇത് പണിതിട്ടുള്ളതാണ്. എന്താണ് ശർക്കരയോ എന്തൊക്കെ ഒഴിച്ച് പണിതിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് പൊട്ടാൻ പോകുന്നില്ല എന്ന് ലാസ്റ്റ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവസാനത്തെ ആയുധം എടുത്ത് പ്രയോഗിച്ചതാണ്. സുർക്കി എന്താണെന്ന് ശ്രീ PC ജോർജ് അല്ല പറയേണ്ടത്, അല്ലാണ്ട് ഈ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർ മുഴുവനുമല്ല. ഇത് പണിത ആൾക്കാരാണ്. പണിത ആൾക്കാർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശ്രീ ജോൺ പെനികുക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവലിൽ സുർക്കി എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചുണ്ണാമ്പും മണലും വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് സുർക്കി. അത്രയേ ഉള്ളൂ, ചുണ്ണാമ്പും മണലും. എന്നിട്ട് ഇവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താണെന്നറിയോ? വരാൽ പശ എന്ന്. വരാൽ എന്ന് പറയുന്ന ഒരു മീനാണ്. അതിൻ്റെ പശ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ലോകത്തുള്ള മുഴുവൻ വരാലിനെയും കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഡാമിലിട്ടാലും മതിയാവില്ല ഡാം പണിയാനായിട്ട്. പിന്നെ ശർക്കര അതുപോലെ തന്നെ
ശർക്കര ഇതാണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഏർപ്പാടാണ്. ശർക്കര ഇട്ട് കലക്കിയിട്ട് ഈ ലോകത്തുള്ള ശർക്കര മുഴുവനും കൊണ്ടുവന്നാലും ഒരു ഡാം പണിയാനുള്ള ശർക്കര ഉണ്ടാവില്ല. വെറുതെ ഇരുന്ന് അങ്ങോട്ട് ജനങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സുർക്കി എന്തോ ഒരു വലിയ സംഭവമാണെന്ന്. സുർക്കി ഇത്രയേ ഉള്ളൂ. ആ സുർക്കി എന്ന് പറയുന്ന കോൺക്രീറ്റിന് ഇന്നത്തെ M30 കോൺക്രീറ്റിനേക്കാൾ 6 മടങ്ങ് ശക്തി കുറവാണ്. അതാണ് സുർക്കി. സുർക്കിക്കൊന്നും വലിയ ബലമൊന്നുമില്ല. പിന്നെ ഇത്രയും നാൾ നിന്നത് ചില മനുഷ്യരും ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ ഗുരുനാഥനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറ് 98 വയസ്സ് വരെ ജീവിച്ച് ഇല്ലേ? എന്തുകൊണ്ട് ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിക്കുന്ന ആൾ 70 വയസ്സിൽ മരിച്ചില്ല എന്ന് ആരെങ്കിലും ചോദിക്കുമോ? നമ്മുടെയൊക്കെ ഒരു ഭാഗ്യത്തിന്, ആ സാറിൻ്റെ ഒരു ഭാഗ്യത്തിന് സാർ 98 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പലരും അങ്ങനെ ഒരു ഭാഗ്യത്തിന് 80, 90, 100, 120 വയസ്സ് വരെ ജീവിച്ച ആൾക്കാരെ കുറിച്ച് ലോകത്തിൽ ചരിത്രമുണ്ടല്ലോ. അതൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മുല്ലപ്പെരിയാർ ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെയൊക്കെ ആയുസിൻ്റെ ബലം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായി? പക്ഷേ ഏറെ നാൾ പ്രകൃതി പിടിച്ചു നിർത്തും, പ്രകൃതി ക്ഷമിക്കും, സഹിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പോഴന്മാർ, ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് ചരിത്രം രേഖപ്പെടുത്തും. സർ, ഇപ്പോൾ കുറെ സംസാരിക്കുകയുണ്ടായി, അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇന്ത്യക്കും കൂടെ ഭീഷണിയാണ്, ഇന്ത്യ ഒട്ടാകെ ഇല്ലാതാകാനും കൂടെ ചാൻസ് ഉണ്ടെന്ന്. നിലവിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന് ഭീഷണിയാണെന്നാ പറഞ്ഞത്. ലോകത്തിന് ഭീഷണിയാണെന്ന്. അതെ, 35 ലക്ഷം ആളുകളിലേക്കായിരിക്കും. 35 അല്ല, ഈ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ 1.5 കോടി ജനങ്ങളുണ്ട്. കേരളത്തിൽ മൊത്തം 3.5 കോടി ജനങ്ങളുണ്ട്. എല്ലാവരെയും ബാധിക്കും, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. പിന്നെ കടല അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ മൊത്തം പോയി. ഒരു സുനാമിയോടുകൂടി. അതിപ്പോ ഡർണയിൽ നമ്മളെ കാണിച്ചു തന്നല്ലോ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തങ്ങൾ എത്ര കണ്ടു നമ്മള്. കടൽ അങ്ങോട്ട് പോയ കടലല്ല ഇങ്ങോട്ട് കയറി വന്ന ഡർണയില്, ലിബിയയില് അതിന്റെ 10 മടങ്ങ് ശക്തിയിലാണ് വന്നത്. അതായത് അങ്ങോട്ട് പോയപ്പോൾ നിലനിന്ന കെട്ടിടങ്ങളുടെ മേലെ, അതായത് 7 നില കെട്ടിടത്തിന്റെ മേലെയാണ് തിരിച്ചു വന്നപ്പോൾ വെള്ളം വന്നത്. മുല്ലപ്പെരിയാർ ഡാം തകർന്നിട്ടുണ്ടെങ്കിൽ സർ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക? അതായത് അതിന്റെ റൂട്ട് എങ്ങനെയായിരിക്കും സർ? അത് അങ്ങനെ പ്രവചിക്കാനാവില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ശാസ്ത്ര ശാഖയും ഇല്ല. അതായത് ജലം നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ജലം നല്ലതാണ്, പക്ഷെ അത് വലിയ സംഹാരവുമാണ്. ജലത്തിൽ എന്തെങ്കിലും മാലിന്യം കലർന്നാൽ അതിൻ്റെ സംഹാരശേഷി ഇരട്ടിക്കും. അത് കല്ലും മണ്ണും ചെളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സംഹാരശക്തി 100 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു വന്നാൽ 128 കൊല്ലത്തെ ചെളി, ആ കല്ലും പാറക്കഷ്ണങ്ങളും വഴിയിലുള്ള മരങ്ങളും എല്ലാം വഹിച്ചിട്ടാ തന്നെ. മനസ്സിലായ? വെറുതെ വെള്ളം ഒഴുകി വരാല്ല, ആ വെള്ളത്തിൻ്റെ കൂടെ പാറക്കഷ്ണങ്ങളും, ഒരുപക്ഷെ ഒരു മല തന്നെ. ഈ 99 വെള്ളപ്പൊക്കത്തിൽ ഒരു മല ഇല്ലാതായി. അത് വെറും വെള്ളപ്പൊക്കമാണെന്ന് വിചാരിക്കണം. ഇതൊരു മല തന്നെ തകർന്ന് അതും വഹിച്ചുകൊണ്ട് വരാം. മനസ്സിലായി? അതിൻ്റെ ഫോഴ്സ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. അപ്പോൾ എത്ര വലിയ ഫോഴ്സിനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് വരുമ്പോൾ വെള്ളത്തിന് ഭാരം കൂടും, പ്രഹരശേഷി കൂടും. അത് ഇടുക്കി ഡാമിലെത്തുമ്പോൾ അത് നേരെ ഇടുക്കിയിലേക്ക് വരണമെന്നുമില്ല. ഇപ്പം മുമ്പിലുള്ളൊരു മല തകർന്നു പോയാൽ അതിൻ്റെ ഗതി മാറാം, എവിടേക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ എങ്ങോട്ട് പോയാലും ഉറപ്പായിട്ടും അത് ഇടുക്കിയിൽ വരും. കാരണം നാച്ചുറൽ ഫ്ലോ അങ്ങനെ ആയതുകൊണ്ട്. വേറെ പല സ്ഥലത്തേക്കും ചെതറിപ്പോയാലും കുറേ ഇടുക്കിയിൽ വരും എങ്ങനെയായാലും. അങ്ങനെ ആണെങ്കിലും നേരിട്ട് ഇടുക്കിയിലേക്ക് വന്നാൽ എങ്ങനെയാണെങ്കിലും ഇടുക്കി ഡാം 2 സെൻറ്റിമീറ്റർ ചരിഞ്ഞായിപ്പോൾ ഇരിക്കുന്നത്. അത് മറിഞ്ഞു വീഴുന്നുള്ളത് ഒരു വശം. ആ കുളമാവ് ഡാമിൻ്റെ ഭിത്തി ഞാൻ പറഞ്ഞല്ലോ, 40 അടിക്ക് മണ്ണ് മാത്രമാണ്, അതങ്ങോട്ട് തള്ളിപ്പോകാം. ഈ ചെറുതോണി ഡാമും അത്ര ശക്തിയൊന്നുമുള്ളതൊന്നുമല്ല. അവിടെയാണ് ഷട്ടർ ഉള്ളത്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഒരു മരം വന്ന് അവിടെ ഉടക്കാൻ പോയതാ. ഷട്ടർ പൊക്കി ഒരു മരം ഒഴുകി വന്ന് പിന്നെ ഷട്ടർ താത്താൻ പറ്റാത്തോളം മരം അതിൽ കുടുങ്ങാൻ പോയതാണ്. നമ്മുടെയൊക്കെ ആയുസിൻ്റെ ഭാഗ്യം കൊണ്ട് എന്തോ ഈ മരം അവിടുന്ന് മാറ്റുകയും ഷട്ടർ അടയ്ക്കാൻ പറ്റി. അന്ന് ഷട്ടർ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇൻ്റർവ്യൂ നടക്കൂലായിരുന്നു. മനസ്സിലായോ? എന്തോ ഒരു എന്താ പറയുക, ഈ കാര്യക്ഷമത ഇല്ലാത്തതിന് എന്താ പറയുക, കാര്യക്ഷമത ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ,
എന്തോ ഒരു കാര്യക്ഷമത ഇല്ലാത്ത അവസ്ഥയാണ് കേരള സർക്കാരിന്. ഒരു ഈ 2018 പ്രളയം എന്ന് പറയുന്നത് പ്രളയം അല്ല, അത് ഡാംസിലെല്ലാം വെള്ളം നിറച്ച് നിർത്തിയിട്ട് പാതിരാക്കി എല്ലാം കൂടി ഒരുമിച്ച് തുറന്നു വിട്ടതാ. നാരായണത്ത് പ്രാന്തൻ ഈ കല്ലുരുട്ട് കയറ്റിയിട്ട് വിടുന്ന പോലെ എല്ലാ ഡാംസിലും വെള്ളം, കേരളത്തിലെ സകല ഡാംസിലും വെള്ളം നിറച്ച് വെച്ചിട്ട് രക്ഷയില്ലാണ്ട് വന്നപ്പോൾ എല്ലാം കൂടി അങ്ങ് തുറന്നു വിട്ടു. മനുഷ്യനെ കൊന്ന സംഭവമാണ്, അല്ലാണ്ട് പ്രളയം അല്ല അത്. 2018 പ്രളയം എന്ന് പറയരുത്, 2018 സർക്കാരിൻ്റെ കൊലപാതകം എന്ന് പറയണം. ഒരുപാട് ജീവനുകളും എന്തുമാത്രം സർക്കാരിന്റെ കണക്കിൽ തന്നെ 450 ആൾക്കാർ മരിച്ചു. അനൗദ്യോഗികമായിട്ട് 1500 മരിച്ചിട്ടുണ്ട്. ആ മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി വരെയുള്ള സകല പാവങ്ങളുടെയും കെട്ടിടങ്ങൾ നശിച്ചുപോയി. അവരുടെ വളർത്തുമൃഗങ്ങളും കോഴി പോലെ താറാവ് പോലെയുള്ള സാധനങ്ങളും എല്ലാം നശിച്ചു. അവരുടെ സമ്പത്ത് മുഴുവനും പോയി. ഈ ആലുവയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 2 വണ്ടി മുങ്ങിപ്പോയി. അവൻ ഇച്ചിരി സാമ്പത്തികമുള്ള ആളാണ്. 2 വണ്ടി മുങ്ങിപ്പോയി. അവൻ്റെ എല്ലാ ഗൃഹോപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയി. 15 ലക്ഷത്തിൻ്റെ നഷ്ടം അവനുണ്ടായി. അപ്പം അതിന് അവൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഖേന കേസ് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് പെൻഡിങ് ആണ്. അതോടൊപ്പം 40 കേസുകൾ വേറെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെയാണ്. മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല.